ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നവംബർ 1 മുതൽ 7 വരെ കളക്ട്രേറ്റിൽ ഭരണഭാഷാ വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനം എഴുത്തുകാരൻ സലിൻ മാങ്കുഴി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ അനുകുമാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവിധ സാഹിത്യ മത്സരങ്ങളുടെ സമ്മാനദാനവും ചടങ്ങിൽ സലിൻ മാങ്കുഴി നിർവഹിച്ചു. ജില്ലാതല ഭരണഭാഷാ പുരസ്കാര ജേതാവ് ആതിര DPയെയും പ്രഥമ ഭരണഭാഷാ പുരസ്കാര ജേതാവ് ശ്രീകുമാർ Pയെയും ചടങ്ങിൽ ആദരിച്ചു. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണത്തിന്റെ തിരുവനന്തപുരം ജില്ലാതല പ്രഖ്യാപനം നടന്നു. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ നടന്ന വൃക്ഷത്തൈ നടീൽ യജ്ഞത്തിന്റെ ഭാഗമായി ജില്ലയിൽ 9,65,512 വൃക്ഷത്തൈകൾ നട്ട് ലക്ഷ്യം പൂർത്തീകരിച്ചു. വർക്കല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ക്യാമ്പയിനുകൾ വിജയകരമായി പൂർത്തീകരിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ തന്നെ പഠന ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൺ വനിതാ ഹോസ്റ്റലിൽ ഹോർമിസ് മെമ്മോറിയൽ സ്മാർട്ട് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. LBS സെന്റർ ഡയറക്ടർ M. അബ്ദുൾ റഹ്മാനും ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി വൈസ് പ്രസിഡന്റ് രാജ്ഗോപാലും ചേർന്ന് സ്മാർട്ട് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 16 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് സ്മാർട്ട് ലാബ് നിർമ്മിച്ചത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ 2 ദിവസം പ്രായവും 2.65 കിലോഗ്രാം ഭാരവുമുള്ള ആൺകുഞ്ഞ് പുതിയ അതിഥിയായി എത്തി. കുഞ്ഞിന്റെ വൈദ്യപരിശോധനകൾ നടത്തിയ ശേഷം കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ശിശുക്ഷേമ സമിതി വ്യക്തമാക്കി. കുഞ്ഞിന് വ്ളാദിമിർ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി കാട്ടാക്കട ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് ആരംഭിച്ചു. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം IB സതീഷ് MLA നിർവഹിച്ചു. ചടങ്ങിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കേരള സംഘടിപ്പിച്ച മികച്ച നിയമസഭാ സാമാജികനുള്ള കേരളീയം പുരസ്കാരം CK ഹരീന്ദ്രൻ MLAക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി V. ശിവൻകുട്ടി അവാർഡ് സമ്മാനിച്ചു. ഈ മാസം 22 മുതൽ ഡിസംബർ 2 വരെ നടക്കുന്ന ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രി V. ശിവൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ വർഷത്തെയും പോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് ഉറൂസിനായി നടത്തിവരുന്നതെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാകും ഉറൂസ് നടത്തുക. ഉറൂസ് ദിവസങ്ങളിൽ മെഡിക്കൽ ടീമും ഫസ്റ്റ് എയ്ഡ് ടീമും പ്രവർത്തിക്കും. ആംബുലൻസുകളും സജ്ജമാക്കും. KSRTC പ്രത്യേക സർവീസുകൾ നടത്തും. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഒരു യൂണിറ്റ് ഉറൂസ് ദിവസങ്ങളിൽ സജ്ജീകരിക്കും. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് നവംബർ 4 നടന്നു. ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിലായിരുന്നു സിറ്റിംഗ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ A. റഷീദ് ഹർജികൾ പരിഗണിച്ചു. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിച്ചതോടൊപ്പം പഴയ പരാതികളും സ്വീകരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.